നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് നിർബന്ധമല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വീണ വിജയന്റെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കാൻ നീടി തീരുമാനം. നടപടി ശക്തമാക്കി അന്വേഷണ സംഘം. മുൻ ചാലക്കുടി എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ.പി. ധനപാലൻ അന്തരിച്ചു. കൈക്കൂലി കേസിൽ വിജിലൻസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച ചേർത്തല ഡിവൈഎസ്പി റിമാൻഡിൽ. കിഴക്കമ്പലത്ത് കാമുകിയെ ക്രൂരമായി മർദ്ദിച്ച് കാട്ടിൽ തള്ളിയ യുവാവ് അറസ്റ്റിൽ. നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് നിർബന്ധമല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നത് നിർബന്ധമല്ലെന്നും ഇതു സംബന്ധിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളൊന്നും നിലവിലില്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചില്ലെന്ന് കാണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ പോലീസ് ബാൻഡ് വന്ദേമാതരത്തിൽ തുടക്കം മാത്രമാണ് പ്ലേ ചെയ്തത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടുവെന്നും കാണിച്ച് ഗവർണർ സ്പീക്കർക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർബന്ധമില്ലെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിന്നതോടെ രാജ്ഭവനും സർക്കാരും തമ്മിൽ പുതിയ രാഷ്ട്രീയ പോരിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. വീണ വിജയന്റെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കാൻ നീടി തീരുമാനം. നടപടി ശക്തമാക്കി അന്വേഷണ സംഘം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. നേരത്തെ വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നുവെങ്കിലും അതിൽ 2 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് അതേ ബാങ്കിലുള്ള ലോക്കറിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കാനും കൂടുതൽ രേഖകൾ കണ്ടെത്താനും ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത്. അന്വേഷണത്തെ എതിർത്തുകൊണ്ട് CMRL നൽകിയ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാൻ ED നിശ്ചയിച്ചത്. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതീവ ഗൗരവകരമായ തുടർ നടപടികളിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം നീങ്ങുന്നത്. മുൻ ചാലക്കുടി എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ.പി. ധനപാലൻ അന്തരിച്ചു. മുൻ ചാലക്കുടി ലോക്സഭാ എംപിയും എറണാകുളം DCC മുൻ പ്രസിഡന്റുമായ കെ.പി. ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. KSUവിലൂടെ പൊതുരംഗത്തെത്തിയ അദ്ദേഹം KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം മികച്ചൊരു സംഘാടകൻ കൂടിയായിരുന്നു. ഭൗതിക ശരീരം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് സംസ്കരിക്കും. കൈക്കൂലി കേസിൽ വിജിലൻസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച ചേർത്തല ഡിവൈഎസ്പി റിമാൻഡിൽ. ടാങ്കർ ലോറി വിട്ടുകൊടുക്കാൻ വാഹന ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ചേർത്തല ഡിവൈഎസ്പി ടി അനിൽകുമാറിനെ കോട്ടയം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ശുചിമുറി മാലിന്യവുമായി പിടികൂടിയ വാഹനം വിട്ടു നൽകാൻ 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടിയത്. ചേർത്തലയിലെ വാടക വീട്ടിൽ വെച്ച് വിജിലൻസിനെ കണ്ട പ്രതി വെട്ടുകത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇയാളെ ഓടിച്ചിട്ട് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. പരാതിക്കാരന്റെ വണ്ടികൾ നിരന്തരമായി പിടികൂടി ലക്ഷക്കണക്കിന് രൂപ അനിൽകുമാർ മുൻപും കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നതായി വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കിഴക്കമ്പലത്ത് കാമുകിയെ ക്രൂരമായി മർദ്ദിച്ച് കാട്ടിൽ തള്ളിയ യുവാവ് അറസ്റ്റിൽ. കിഴക്കമ്പലത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട കാമുകിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് പിടിയിലായി. സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ നിതിൻ എന്ന യുവാവാണ് വധശ്രമ കേസിൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവതി മരിച്ചെന്ന് കരുതി കൈകൾ കൂട്ടിക്കെട്ടി കോതമംഗലം ബൈപ്പാസിന് സമീപമുള്ള വിജനമായ കാട്ടിൽ ഇയാൾ തള്ളുകയായിരുന്നു. പുലർച്ചെ ബോധം തിരിച്ചുകിട്ടിയ യുവതി ഇഴഞ്ഞു നീങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ്
ക്രൂരമായ സംഭവം പുറം ലോകം അറിഞ്ഞത്. പട്ടിമറ്റം സ്വദേശിനിയായ യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.